അതെ, വരണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു. പക്ഷേ വരാതെ എന്ത് ചെയ്യും? പ്രിയങ്കേന്റെ രാധിക എങ്ങനെയാ കഴിഞ്ഞിരുന്നെന്ന് ഞങ്ങൾക്കറിയാലോ. രാധിക മോളെ അപകടപ്പെടുത്താൻ പ്രിയങ്ക മോൾ ഒരിക്കലും ശ്രമിക്കില്ല. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇവിടെ വച്ചല്ല, ആറ്റുവാശ്ശേരി വച്ച് പ്രിയങ്ക രാധികയെ ദ്രോഹിച്ചിട്ടില്ലേ? നിങ്ങളുടെ കൺമുന്നിൽ വെച്ച്. അതിന് ഞാൻ തെളിവ് തരണോ? അയ്യോ, അത് പിന്നെ കുട്ടികളല്ലേ, ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ എവിടെയും ഉണ്ടാവുമല്ലോ. ചെറിയ ചെറിയ തർക്കങ്ങളൊന്നും അല്ലായിരുന്നു. ദത്തെടുത്ത് വളർത്ത കുട്ടിയാണെന്നും പറഞ്ഞ് പ്രിയങ്ക ആക്ഷേപിച്ചിട്ടില്ലേ രാധിക മോളെ? എന്തിന് നിങ്ങൾ ആക്ഷേപിച്ചിട്ടില്ലേ? നിങ്ങൾ വഴിമരുന്ന് ഇട്ടുകൊടുത്തു. അത് അല്പം കടുത്ത രീതിയിൽ അവൾ ഉപയോഗിച്ചു. അത്രേ ഉള്ളൂ. അയ്യോ, ഞാനിവരെ വേർതിരിച്ചൊന്നും കണ്ടിട്ടില്ല. മോളെ രാധികെ, ദേ ഇത് മുത്തശ്ശി നിനക്ക് കൊണ്ടുവന്നതാ. കുറെ ദിവസമായിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം, നിന്നെ ഒന്ന് വന്ന് കാണണോന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. അയ്യോ, പക്ഷേ പ്രിയങ്ക കൊല്ലാൻ ശ്രമിക്കുന്നത് വരെ കാത്തു അല്ലേ മുത്തശ്ശി? ഇതിന്റെ പേര് കൈക്കൂലിയെന്ന. എങ്ങനെയെങ്കിലും രാധികയുടെ ഇഷ്ടം പിടിച്ചു പറ്റി അതുവഴി പ്രിയങ്കയെ രക്ഷിക്കണം, അതല്ലേ ഉദ്ദേശം? മുത്തശ്ശി, ഇവരോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാ അത് വലിയ പ്രശ്നമാവുമെന്ന് എനിക്കറിയാം. കാരണം പറയുന്ന ഞാനാണല്ലോ. മുത്തശ്ശി തന്നെ ഇവരിവിടെ ഇറക്കി വിടുന്നതാ നല്ലത്. അച്ഛനോ അമ്മയോ കണ്ട ഇഷ്ടമാവണമെന്നില്ല. എപ്പോ വന്നു? ഞാൻ ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞ നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് നിൽക്കാൻ നാണക്കേടുണ്ട്. അതുകൊണ്ട് തന്നെയാ ദേവനും യശോദയും ഒന്നും എന്റെ കൂടെ വരാത്തത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരിവിടെ വന്നാൽ തന്നെ അവരോട് മോശമായിട്ട് ആരും പെരുമാറില്ല. പ്രിയങ്ക ചെയ്ത തെറ്റ് പ്രിയങ്കയുടേത് മാത്രമായിട്ട് കാണാൻ ഇവിടെ ഉള്ളവർക്ക് പറ്റും. അറിയാം, എന്നാലും ഞങ്ങളുടെ മനസ്സ് സമ്മതിക്കില്ലല്ലോ. ഞാൻ മോളെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ.